കോൺഗ്രസ് നേതാവും തിരുക്കൊച്ചി മുഖ്യമന്ത്രിയും പിൽക്കാലത്ത് കേന്ദ്രമന്ത്രിയുമായി തീർന്ന പനമ്പള്ളി ഗോവിന്ദൻ അതിഗംഭീരനായ ഒരു അഭിഭാഷകനായിരുന്നു. അദ്ദേഹം ഭരണഘടനാ അസംബ്ലിയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പനമ്പള്ളിയുടെ പല തമാശകളും ഇക്കാലത്തും വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ ജീവചരിത്രങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവം ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുന്നത് അസ്ഥാനത്താവുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പനമ്പള്ളി കൊച്ചി കോടതിയിൽ അതിഗംഭീരനായ ഒരു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് താരതമ്യേന ആ ബുദ്ധി കുറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയോ നിയമബിരുദം നേടി വക്കീലായിട്ട് പ്രാക്ടീസ് തുടങ്ങിയാണ്. അപ്പോൾ ഇയാൾ ഒരു കഴിവില്ലാത്ത ആളെന്നുള്ള രീതിയിൽ പൊതുവെ ആളുകളുടെ ഇടയിൽ ഒരു പരിഹാസപത്രമായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കേസ് കിട്ടി. കേസ് ഇദ്ദേഹം നടത്തി പ്രതി ജയിലിൽ പോകും എന്ന അവസ്ഥയിലെത്തി. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത് കുഴപ്പത്തിലേക്കാണ് പോകുന്നത് എന്ന് കരുതിയിട്ട് പനമ്പള്ളി സാറിനെ നേരിട്ട് കണ്ട് ഈ കേസ് കേട്ട അദ്ദേഹത്തെ കാണിച്ചു ഒരു വിദഗ്ധ അഭിപ്രായം തേടി. പനമ്പള്ളി കടലാസ് മേടിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, കേസിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുണ്ട്. പനമ്പള്ളി ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, കേസെടുക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി മജിസ്ട്രേറ്റിനോട് പറയണം, എൻ്റെ കക്ഷി ഒരു സാധുവാണ്, ഈശ്വരഭക്തനാണ്, എല്ലാ ദിവസവും ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തുന്ന ആളാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങൾ മജിസ്ട്രേറ്റ് ശരിയാക്കി തരും എന്ന്. ഈ ചെറുപ്പക്കാരൻ അത്രയും ശുദ്ധനായതുകൊണ്ട്, അത്രയും സാധുവായതുകൊണ്ട് പനമ്പള്ളിയുടെ ലീഗൽ ഒപ്പീനിയൻ അങ്ങനെ തന്നെ സ്വീകരിച്ചു. കേസ് വിളിച്ചു. മജിസ്ട്രേറ്റിന് മുമ്പിൽ പ്രോസിക്യൂട്ടറുടെ വാദം പൂർത്തിയായി. മജിസ്ട്രേറ്റ് അല്പം ഒരു അനുകമ്പയോടാണ് ഈ പ്രതിഭാഗ അഭിഭാഷകനോട്, നമ്മുടെ ചെറുപ്പക്കാരനോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു. ചെറുപ്പക്കാരൻ തലേ ദിവസം പനമ്പള്ളി പറഞ്ഞു കൊടുത്താൽ ലോ പോയിന്റ് അതേപടി ആവർത്തിച്ചു. എൻ്റെ കക്ഷി സാധുവാണ്, ബുദ്ധിഹീനനാണ്, ദൈവഭക്തനാണ്, എല്ലാ ദിവസവും ഗണപതി ഹോമവും ഭഗവതി സേവയും നടന്ന ആളാണ് എന്ന്. ഇത് കേട്ടപ്പോൾ മജിസ്ട്രേറ്റ് ഞെട്ടിപ്പോയി. പുള്ളി ഇതുപോലെ ഒരുപാട് വാദം കേട്ടിട്ടുള്ളതാണ്, എങ്കിൽ പോലും ഇതുപോലൊരു വാദം അദ്ദേഹം അതിന് മുമ്പ് കേട്ടില്ല. പക്ഷെ അന്നത്തെ കാലമായതുകൊണ്ട് മജിസ്ട്രേറ്റ് തനിക്ക് ഈ പോയിന്റ് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചില്ല. ഇപ്പോഴേക്കാണെങ്കിൽ ചോദിക്കും. അന്ന് പക്ഷേ ഈ ബാറും ബെഞ്ചും തമ്മിലുള്ള അകലം വളരെ വളരെ കൂടുതലായിരുന്നു. ചെറുപ്പക്കാരൻ ഈ വാദം ഗംഭീരമായി നടത്തിയ ആത്മവിശ്വാസത്തോടെ കോടതി മുറിയിൽ നിന്നിറങ്ങി പുറത്തേക്ക് കടന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പെർഫോമൻസ് കാണാൻ വേണ്ടി അതുവരെ അദ്ദേഹത്തെ ഊശിയാക്കിക്കൊണ്ട് നടന്ന യുവ അഭിഭാഷകരെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഓടി പുള്ളിയുടെ പുറകെ ചെന്നു. ചങ്ങാതി, ഈ പോയിന്റ് ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ യുവ അഭിഭാഷകൻ പറഞ്ഞു, പനമ്പള്ളി സാറ് പറഞ്ഞതെന്നാണ്. അത് കേട്ടപ്പോൾ ബാക്കിയെല്ലാവരും ആർത്തി ചിരിച്ചു. കാരണം എന്താ വെച്ചാൽ ഇതുപോലൊരു പോയിന്റ് പറഞ്ഞു കൊടുക്കാൻ അന്ന് പനമ്പള്ളി മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലും ഇങ്ങനത്തെ ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതായിരുന്നു പനമ്പള്ളി. ഞാനിപ്പോൾ ഇത് ഓർത്തെന്താ വെച്ചാൽ ഈ ഇസ്രായേൽ പര്യടനത്തിന് പോകുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോകുന്ന വഴിക്ക് പ്രസംഗിക്കാൻ 1-2 പോയിന്റ്സ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു കൊടുത്തു എന്ന വാർത്ത കണ്ടതുകൊണ്ടാണ്. നമ്മൾ വിചാരിക്കും ഈ നരേന്ദ്രമോദിക്ക് ലോകകാര്യങ്ങളെ പറ്റി ഒരു വിവരമില്ല, ഇനി വിവരമില്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തരായ ആളുകൾ ആരുമില്ല എന്നാണ്. പക്ഷെ ആ പോരായ്മ പരിഹരിക്കാൻ പ്രതിപക്ഷ അംഗമാണെങ്കിലും AICC ജനറൽ സെക്രട്ടറി ആണെങ്കിലും എന്തിന് രാഹുൽ ഗാന്ധിയുടെ സഹോദരി ആണെങ്കിൽ പോലും പ്രിയങ്ക ഗാന്ധി തയ്യാറായി. പ്രിയങ്കാജി ആ മോഡിക്ക് രഹസ്യമായിട്ടല്ല ഉപദേശം കൊടുത്തു, പരസ്യമായിട്ട് ഫേസ്ബുക്ക് വഴിക്കാണ്. ഉപദേശം എന്താ വെച്ചാൽ ഇസ്രായേൽ പാർലമെൻറ്റായ നെസറ്റിൽ മോഡിജി പ്രസംഗിക്കുന്ന സമയത്ത് ഇസ്രായേലരോട് പറയണം, എന്ത്, ഈ ഗസയിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്താനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. ഗസയിൽ വലിയ മനുഷ്യാവകാശ ലംഘനവും അതിക്രമവുമാണ് ഇസ്രായേൽ ചെയ്തിട്ടുള്ളത്. ഇതിന് പരിഹാരം കാണണം, അത് ഇസ്രായേലിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് എന്ത് ചെയ്യണം, നരേന്ദ്രമോദി ഇസ്രായേൽ പാർലമെൻറ്റിൽ പോയി പ്രസംഗിക്കണം. ഏതായാലും പ്രിയങ്ക ഗാന്ധി അവിടെ കൊണ്ട് നിർത്തിയത് നന്നായി. 2023 ഒക്ടോബർ 7-ാം തീയതി ഈ ഇസ്രായേലിലേക്ക് കടന്നു കയറി അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും അടക്കം കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും മറ്റ് അതിക്രമങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്ത ഈ ഫലസ്തീൻ ദേശാഭിമാനികളുടെ പ്രവൃത്തി ഒരു പുണ്യപ്രവൃത്തിയായിരുന്നുവെന്നും അതിന് വിധേയരായ ഇസ്രായേലികൾ അഥവാ യഹൂദന്മാർ അവർ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണ് ഇത് അനുഭവിക്കേണ്ടി വന്നത്. കടൽ മുതൽ പുഴ വരെയുള്ള പ്രദേശം പലസ്തീനാണെന്നും ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം തന്നെ ഇല്ല എന്നും
നിങ്ങളിരിക്കുന്ന ഈ പാർലമെന്റ് യഥാർത്ഥത്തിൽ ഒരു പാർലമെന്റ് അല്ലത്. നിങ്ങളിരിക്കുന്നത് ചെകുത്താന്മാരുടെ ഒരു സഭയിലാണ് എന്നും കൂടി പ്രസംഗിക്കേണ്ടതായിരുന്നു. മോഡി പ്രസംഗിക്കില്ല. പ്രസംഗിക്കാനുള്ള പോയിന്റ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. പ്രിയങ്കയുടെ ഉപദേശം കേട്ടിട്ട് മോഡി അവിടെ പോയി പ്രസംഗിക്കേണ്ടതുമായിരുന്നു. ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം തന്നെ ഇല്ല. ഇവിടെ പലസ്തീനാണ്. പലസ്തീൻ്റെ മണ്ണ് യഹൂദന്മാർ കൈവശം വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ഒരു അവകാശമില്ല. നിങ്ങൾക്ക് അർഹതയില്ല. നിങ്ങൾ കുടിയേറ്റക്കാരാണ്. മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികളെ പോലെ വഖഫ് ഭൂമി കൈവശം വെച്ച് അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ ഇവിടുന്ന് ഇറക്കിപ്പോണം. മെക്സിക്കോയിൽ നിന്ന് വന്നവർ മെക്സിക്കോയിലേക്ക് പോകണം. റഷ്യയിൽ നിന്ന് വന്നവർ റഷ്യയിലേക്ക് പോകണം. അമേരിക്കയിൽ നിന്ന് വന്നവർ ഇപ്പം തന്നെ വാലും ചുരുട്ടി അമേരിക്കയിലേക്ക് പോയിക്കൊള്ളണം. യൂറോപ്പിൽ ഏത് രാജ്യത്തു നിന്നാണ് വന്നത് നിങ്ങൾ ആ രാജ്യത്തേക്ക് തിരിച്ചു പോകും. ഞങ്ങളുടെ കൊച്ചിയിൽ നിന്നും ചേന്നമംഗലത്തു നിന്നും പറവൂരിൽ നിന്നും കുറച്ച് ജൂതന്മാർ വന്നിട്ടുണ്ട്. അവരെ തിരികെ സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറാണ് എന്നുകൂടി നരേന്ദ്രമോദി പ്രസംഗിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ പ്രസംഗിക്കണമെന്ന് പ്രിയങ്ക ഗാന്ധിക്ക് കുറിപ്പടി കൊടുക്കാമായിരുന്നു. എങ്ങനെയുണ്ട് പ്രിയങ്കയുടെ ബുദ്ധി എന്ന് ആലോചിച്ച് നോക്കൂ. പനമ്പള്ളി പോയിരുന്നവരോട് എത്ര പാവമായിരുന്നു, എത്ര പാവപ്പെട്ടവനെ, എത്ര ശുദ്ധഗതിക്കാരനായിരുന്നു എന്ന് നമുക്ക് ഈ പ്രിയങ്കയുടെ ഉപദേശം കേൾക്കുമ്പോൾ ബോധ്യവും. ഇനി പ്രിയങ്ക പറഞ്ഞ രീതിയിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെയുള്ള സകല ജിഹാദികളും കൂടി മോഡിക്കെതിരായിട്ട് വാളെടുക്കുമെന്ന് മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയെ അവരെ കൂടി തോളിൽ കയറ്റിക്കൊണ്ടിറക്കുക. എങ്ങനെയുണ്ട്? ഇതാണ് ബുദ്ധി. ഇത്രയും ബുദ്ധിയുള്ള ഈ പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് AICCയുടെ പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ പാർലമെന്റിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ഏതായാലും ഇതുപോലുള്ള നേതാക്കന്മാരുള്ളിടത്തോളം കാലം കോൺഗ്രസ് പാർട്ടിയുടെ ഭാവി സുശോഭനമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അഹിംസ പാർട്ടിക്ക് ഇനി ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. പ്രിയങ്കാജിയുടെ കണ്ണും മൂക്കും ഹെയർ സ്റ്റൈലും ഒക്കെ ഇന്ദിരാഗാന്ധിയുടെ ആണ് എന്ന് മനോരമക്കാരെ ഇടക്കിടക്ക് നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട്. ബുദ്ധിയും ഇന്ദിരാഗാന്ധിയുടെ തന്നെയാണ് എന്ന് നമ്മൾക്ക് കൂട്ടിച്ചേർക്കേണ്ടി വരും. ജയ് ഹിന്ദ്.